ഞാൻ കുറച്ച് തുമര എടുത്ത് കഴുകി അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൈക്ക് ഒരു പിടി വേണ്ട, അരപ്പിടി അത് മതി. പിന്നെ അത് ഒരുപാടങ്ങ് വെന്ത് പോകരുത്. അത് നല്ലതായിട്ടൊന്ന് ഇതായിട്ട് വരികയേ ചെയ്യാവും. ഒന്ന് നമുക്ക് കടിക്കാൻ പറ്റണം അതുപോലെ. പിന്നെ ഇത്ര ഒരു മുറി പിന്നെ ഇത് പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഒരു 10-15 ചക്കക്കുരു, അത് പിന്നെ ഒരു സവാളയും 2-3 പച്ചമുളകും ഇവിടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതിലൊരു ബാക്കി ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്ക് അത്രയൊന്ന് റെഡിയാക്കാം. നമ്മുടെ തുമര വെന്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും തന്നെ വേവുണ്ടായിരുന്നു. വേവുമ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മളതൊന്ന് ഓഫാക്കി പിന്നെ ഇടണം, അല്ലെങ്കിൽ തീ മാറ്റി വെക്കണം. അടപ്പയില വെക്കുന്നതെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യണം. പിന്നെ ഇത് നമ്മൾ ഗ്യാസിലാണല്ലോ വെച്ചത്, പിന്നെ വിറകടുപ്പിലാണെങ്കിൽ. എൻ്റെ അടുത്ത് ആവണി വന്ന് നിൽപ്പുണ്ട്. അവളിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് അലയ്ക്കുവോ അതും ഇതുമൊക്കെ വേണമെന്ന് പറയുക. പിന്നെ ഏതാണ്ട് ഇങ്ങനെ ഇത്രയും വേവുള്ളൂ. എന്നിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. സവാള പിന്നെ മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത ഒരു മുറി പിന്നെ ഉരുളക്കിഴങ്ങ്. നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് കൂടുതൽ കുറച്ചുമായിട്ട് എടുക്കാം. പിന്നെ ഇത് വേവുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കാണും. പിന്നെ ആണെങ്കിൽ ഇത് ഒരു 3-4 പിന്നെ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്. പിന്നെ കുറച്ച് പിന്നെ തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് ചക്കക്കുരു. പിന്നെ ചക്കക്കുരു ആണെങ്കിൽ നമ്മൾ 2ആയിട്ട് കീറിയിട്ട് പിന്നെ നെടുക 2ആയിട്ട് കീറിയിട്ട് പിന്നെ കുറുകെ ഒന്ന് കീറുകയായിരുന്നു. പക്ഷേ ഞാനാണെങ്കിൽ 4ആയിട്ട് അങ്ങ് നീളത്തിലങ്ങ് കീറി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. മറ്റേത് കാണാനും ഒരു രസം, മറ്റേ രീതി കീറുന്നതാണ്. അതാ ഒന്നുകൂടെ രസം കാണാൻ. ഇതിൻ്റെ കൂടെ ഇടുമ്പം അങ്ങനെ തന്നെ അമ്മച്ചിയൊക്കെ അങ്ങനെ ഇടുന്നത്. അമ്മച്ചി അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെക്കുന്നത്. ഇനി നമുക്ക് പിന്നെ ഇതൊന്ന് വഴട്ടിയെടുക്കുകയും പിന്നെ അത് കൂടാതെ പിന്നെ തേങ്ങ ഒന്ന് വറക്കുകയും കൂടെ ചെയ്യാം. തേങ്ങ ഒന്ന് വറുത്ത് റെഡിയാക്കാം. ഇതൊന്ന് വഴട്ടുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണയോ വെളിച്ചെണ്ണയോ എന്തുവാന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്ന കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത്. പക്ഷേ ഞാൻ എന്നും വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പം ഞാൻ പാം ഓയിൽ മേടിച്ചായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്ന പാം ഓയില. അല്ലെങ്കിൽ ഒരു വർഷം നമുക്ക് ആ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റാതെ വരും. അല്ലെങ്കിലും പറ്റത്തില്ല. പിന്നെ മാവേലി സ്റ്റോറിലുള്ള സബ്സിഡി വെളിച്ചെണ്ണയും കൂടെ മേടിക്കാറുണ്ട്. ഞാൻ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് ചുമക്കണം. ഒത്തിരി അങ്ങ് ചുമക്കുകയൊന്നും വേണ്ട. ഇതിനങ്ങനെ ചുമക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ പിന്നെ ഇത് പിന്നെ വഴട്ടിയിട്ട് ഉണ്ടാക്കണമെന്നുമില്ല. വഴട്ടിയിട്ടല്ലാതെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വഴട്ടിയിട്ടുണ്ടാക്കുമ്പം അതിന് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെ വഴട്ടി ഉണ്ടാക്കുന്നതിന്. പിന്നെ വെളിച്ചെണ്ണയും കൂടെ ആണ് ഇച്ചിരി കൂടെ രുചിയായിരിക്കും. അപ്പം അത് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് എണ്ണയിലോട്ട് ഇട്ടപ്പം. അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സവാള അങ്ങിട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അല്ലാതെ അങ്ങ് വഴണ്ടങ്ങ് ഇതാവുമൊന്നും വേണ്ട. ചെറുതായിട്ട് ആ ഒരു പിന്നെ പച്ച ഇതൊന്ന് മാറാൻ വേണ്ടി മാത്രം അത്രയൊന്ന് ഇതാക്കി വെച്ചാൽ മതി. നമുക്കതും കൂടെ ഒന്ന് റെഡിയാക്കാം. നല്ല തീയൊക്കെ കൂട്ടിയാണ് വെച്ചേക്കുന്നത്, പെട്ടെന്ന് റെഡി ആയിക്കോളും. തീ കുറച്ചിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലത്. നമ്മൾ അടുപ്പയിലൊക്കെ വെക്കുമ്പോൾ തീ കുറച്ച് തന്നെ എപ്പോഴും നല്ലത്. തീ അടുപ്പയിലൊക്കെ ആകുമ്പോൾ നമ്മൾ തീരെ കുറച്ചിട്ടായിരുന്നു പണ്ട് കാലത്തെല്ലാം. അതും പിന്നെ ഇരുമ്പ് ചീനിച്ചട്ടിയും അതുപോലെ നല്ല ഒന്നാന്തരി കറിച്ചട്ടിയിലുമൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പോൾ കറിച്ചട്ടിയൊന്നുമില്ല. മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അടുപ്പേ വെക്കുന്ന കറിച്ചട്ടി മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെവിടങ്ങ് ഇതായിട്ട് പൊട്ടി അങ്ങ് പോവുക, വെടിച്ച് കീറുന്ന പോലെ അങ്ങാവും. ഞാൻ അതിനകത്ത് പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇനി എടുക്കാൻ പോകണമെങ്കിൽ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് പോയി എടുക്കാം. കടുക് പൊട്ടിക്കുമ്പോൾ ഇടാം. ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ഒരു രുചിയായിരിക്കും കഷ്ണത്തിനൊക്കെ. സാരമില്ല. ഇനി അത് കഴിഞ്ഞു പിന്നെ ഞാൻ വേണ്ട ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തു. അത് അവിടെ കിടന്നൊന്ന് വഴണ്ട് റെഡിയായി വരട്ടെ. നമ്മുടെ കറണ്ട് അങ്ങ് പോയി. എന്നാലും മറ്റേ പിന്നെ ബൾബുണ്ട്, പക്ഷേ അതിന് വെട്ടമില്ല. ഇപ്പം ഞാനൊരു ടോർച്ച് എടുത്തിങ്ങനെ അടിച്ചേക്കുക, കാണാം. ടോർച്ച് എടുത്തിങ്ങനെ അടിച്ചേക്കുക.
പിന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര വെട്ടമായിട്ട് കാണുന്നത് കണ്ടോ, ടോർച്ചിൻ്റെ വെട്ടം. പിന്നെ അതുകൊണ്ട് എല്ലാം വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് പിന്നെ ഇതിലോട്ടൊന്ന് ഇടാം. എന്നിട്ട് വേണ്ട, ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്ന എന്തെല്ലാം സാധനമാണെന്നറിയോ? പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂണ് മല്ലി ചേർത്തിട്ടുണ്ട്, ഒരു 9 പിന്നെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഇതിന് അത്രയും മതി, ഈ നമ്മളിപ്പോൾ എടുത്തേക്കുന്നതിന് അത്രയും മതി. പിന്നെ ഒരു നുള്ള് ഉലുവ ചേർത്തിട്ടുണ്ട്, തേങ്ങായും. ഇത് നമുക്കൊന്ന് വറുത്തെടുത്തൊന്ന് പൊടിച്ചിട്ടൊന്ന് അരച്ച് ഇതിലോട്ട് ചേർക്കണം. അപ്പോഴത്തേന് ഇത് വെന്ത് വരും. അപ്പം നമ്മൾ നമ്മുടെ തുമരയ്ക്കകത്തോട്ട് ഇതെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടപ്പയിലോട്ടൊന്ന് വെക്കാൻ പോവാന്നേ. അപ്പോൾ ഇതെടുത്ത് ഞാനൊന്ന് ഇട്ട് അടപ്പയിലോട്ടൊന്ന് വെക്കട്ടെ. കറണ്ട് പോയ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാനിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആ കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് പിന്നെ തുമരയ്ക്കകത്തോട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഞാൻ അടപ്പയിലോട്ട് വെച്ചു. അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. പിന്നെ തിളച്ചത് വേവട്ടെ, പെട്ടെന്ന് വെന്തോളും. പിന്നെ പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണല്ലോ. പക്ഷേ ഇതിനകത്തൊരു ക്യാരറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു, കാണാനും കഴിക്കാനും എല്ലാം നല്ല രസമായിരുന്നു. അതില്ല. പിന്നെ ഞാൻ തേങ്ങ വറക്കാൻ വെച്ചു. കറണ്ടില്ലാത്തതുകൊണ്ട് ടോർച്ച് അടിച്ചേക്കുക, തേങ്ങ വറക്കാൻ വെച്ചേക്കുന്നു. ഇതിനകത്ത് പിന്നെ നമ്മൾ പെരിഞ്ജീരകവും കൂടെ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പെരിഞ്ജീരകം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും പിന്നെ നമ്മളതിനകത്ത് പുളി ചേർക്കത്തില്ല. ഈ പെരിഞ്ജീരകം ചേർത്തില്ലെങ്കിൽ നമുക്ക് ഈ കറിക്ക് പുളി ചേർക്കാം. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ വേറെ ഒരു നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആണെങ്കിൽ നല്ല ഉണക്കമത്തി വറുത്തതാണ് കേട്ടോ. ഉണക്കമത്തി വറുത്തത് നല്ല കോമ്പിനേഷന്. ഉണക്കമത്തിയോ അല്ലെങ്കിൽ വേറെ ഏത് മീനായാലും കുഴപ്പമില്ല, ഉണക്കമീൻ. പക്ഷേ ഞാനാണെങ്കിൽ അതിനായിട്ട് ഉണക്കമീനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണക്കമത്തി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കാണാമായിരിക്കും. പിന്നെ അതിനകത്ത് ഈ കുട്ടൻകോരയെന്ന് പറയുന്ന ഒരു കുട്ടൻകോരയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതും കൂടെ വറക്കാം. അച്ചാച്ചൻ കഴിക്കത്തില്ല. അജുവിന് ഉണക്കമീൻ ഇഷ്ടമാണ്, പക്ഷേ ഈ കറി അജുവിന് ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. അജുവിന് ഞാൻ ഇതുവരെ ഈ കറി വെച്ച് കൊടുത്തിട്ടില്ല. കഷ്ണങ്ങളെല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. പിന്നെ മഴയായിരുന്നു, കറണ്ടൊക്കെ പോയായിരുന്നു. കഷ്ണങ്ങളെല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. ഇത് പിന്നെ കാണാനൊരു സ്റ്റൈൽ വേണമായിരുന്നെങ്കിൽ അതിൻ്റെ ആ ചക്കക്കുരു നീളത്തിൽ നമ്മൾ അരിയരുതായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഇതുകൊണ്ട് ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. കറണ്ടൊക്കെ വന്നു, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയും കൂടെ ഒഴിക്കാം. വെള്ളമൊന്നും ഞാൻ എടുത്ത് വെക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളങ്ങനത്തെ ഒരു ഇതില്ല. അന്നേരം ഇങ്ങനെ പൈപ്പിൻ്റെ അടുത്തോട്ട് വരിക, വെള്ളം പിടിക്കുക, കൊണ്ടുപോവുക, ഒഴിക്കുക എന്നുള്ള ഒരു ശീലമായത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ടേ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. മഞ്ഞളെല്ലാം നമ്മൾ ആദ്യമേ ചേർത്തതാണ് കേട്ടോ, അതുകൊണ്ട് ഇനി മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം വേണ്ടേ എല്ലാം ഞാനിത് ചേർത്തു. തീ ഒന്ന് കൂട്ടി വെക്കാം. നല്ല ടേസ്റ്റായി കറിക്ക് കേട്ടോ. അത് പിന്നെ ഞാൻ തമാശ പറയുന്നതല്ല, ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അന്നേരം അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, ഞാൻ ഉപ്പ് നോക്കി. നിഴലായിട്ട് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഗരം മസാലയ്ക്ക് നമ്മൾ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. നല്ല സൂപ്പറാണ്, നല്ല രുചി. രണ്ടാമത് ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് നോക്കി. സൂപ്പർ, അടിപൊളി, എനിക്കിഷ്ടമായി. പക്ഷെ അമ്മച്ചി ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് കടുവും കൂടെ അങ്ങോട്ട് ഒഴിക്കണം. കടുവല്ല ഞാനിങ്ങനെ വറുത്തെടുത്ത് റെഡിയാക്കി വെച്ചേക്കുക. ഇനി അത് തിളച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡി. സൂപ്പർ. എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.